നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ അദ്ദേഹത്തെ കപടദേശവാദി എന്ന് മോദി കപടദേശവാദി എന്നാണ് പറഞ്ഞത്. ഊരു ചുറ്റുന്നവൻ, വാളെടുത്തവൻ, അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം ഒരു മാസ് ഓഡിയൻസിനോട് ഈ റാപ്പർ വേടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേറൊരു കൺട്രിയിലായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ജയിൽവാസം അനുഭവിക്കുമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അദ്ദേഹം ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പുത്തൻ ആശയങ്ങൾ, ഈ ആശയങ്ങളുമായിട്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമ്മുടെ പുതിയ ജനറേഷനിലേക്ക് വളരെ മോശമായിട്ടുള്ള സന്ദേശങ്ങൾ ഇത് കൊടുക്കും. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കും. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു നല്ലൊരു കലാകാരനാണെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയില്ല. ജാതീയതയ്ക്കെതിരെയാണല്ലോ പറയുന്നത്. ഈ ജാതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല, ജാതീയത അവസാനിപ്പിക്കണം എന്നുള്ളതാണല്ലോ പറയുന്നത്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ജാതീയത എവിടെയാണുള്ളത്? അടിമത്തം എവിടെയാണുള്ളത്? അദ്ദേഹം അതിനകത്ത് വളരെ ഹൈലൈറ്റ് ചെയ്ത് അടിമത്തത്തെക്കുറിച്ച് പറയുന്നു. അടിമത്തം എന്നേ നമ്മുടെ മഹാനായ അംബേദ്കർ നിർത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പോൾ ഉള്ള ഇപ്പോൾ അടിമത്ത വ്യവസ്ഥിതി ഒന്നും നിലവിലില്ല. എല്ലാ ജാതിയിലുള്ള ആളുകളും ഏകോദര സഹോദരന്മാരെ പോലെ കഴിഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ എല്ലാ ജാതിയിലുള്ള ആളുകളിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് സംവരണം കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഒരു അടിമത്ത വ്യവസ്ഥിതി ഒന്നും നിലവിലില്ല.